Hi students, welcome to the session. KTU BTECിൽ ഫോർത്ത് സെമസ്റ്ററിൽ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ ക്ലാസ് ആണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്റെ 10ാമത്തെ സെഷനാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മുടെ ഈ ക്ലാസ് കാണുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ആക്ച്വലി ഇത് 5th മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എമർജൻസി ആണ്. ഓക്കെ, നമുക്കറിയാം അല്ലെ, എമർജൻസി പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് എമർജൻസി കോൺസ്റ്റിറ്റ്യൂഷൻ, എമർജൻസി പ്രൊവിഷൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എമർജൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫെഡറൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം ആണല്ലോ നമുക്ക്, അല്ലെ? സെൻട്രലുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു റീസൺ കാരണം നമുക്ക് ഒറ്റ ഒരു യൂണിറ്ററി ഗവൺമെന്റ് ആസ് പെർ ദ സർക്കംസ്റ്റൻസസ്, അതായത് എന്തെങ്കിലും കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു റൂളിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് ഒരു ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എമർജൻസി പ്രൊവിഷൻ ഈസ് എ ഫീച്ചർ that is distinct in the Indian Constitution, which converts a federal government to a unitary government as per the circumstances. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫീച്ചേഴ്സിന് ആഡ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? ഇന്റഗ്രിറ്റി, സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് സെക്യൂരിറ്റി, അല്ലെ? ഈ 4 പില്ലേഴ്സ്, അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് എമർജൻസി പ്രൊവിഷൻ വെക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് ടൈപ്സ് ഓഫ് എമർജൻസിയിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ എമർജൻസിയാണ്, അല്ലെ? നാഷണൽ ലെവലിലുള്ള എമർജൻസി. അപ്പൊ അത് ഇന്ത്യ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കണം. ഇന്ത്യ മൊത്തത്തിൽ അത് വരും. നാഷണൽ എമർജൻസി വരുന്ന എപ്പോഴാ? ഈസ് ഇൻ എ വാർ ഓർ വിത്ത് എനി അതർ കൺട്രി ഓർ ഈസ് ഇറ്റ് എ ത്രെറ്റ് ഓഫ് എക്സ്റ്റേണൽ അഗ്രഗേഷൻ. അതായത് ഇന്ത്യ ഏതെങ്കിലും മറ്റു കൺട്രീസുമായിട്ട് യുദ്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പുറമേ ഉള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണെങ്കിലാണ് നമ്മൾ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ആ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352 ആണ്, അല്ലെ? അത് ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ കൺട്രി. ആരാ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് കൺട്രി എന്ന് പറഞ്ഞാൽ? പ്രസിഡന്റ്, അല്ലെ? നമ്മളിപ്പം ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, അല്ലെ? He can declare an emergency before the country goes into state of war or an external threat. Okay, ഇനി ഈ എക്സ്റ്റേണൽ എമർജൻസിനെ നമ്മൾ വാർ ഉണ്ടാക്കിയ സമയത്താണ്, അല്ലെ? യുദ്ധം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ആംഡ് റെബലിയൻ, അല്ലെ? ആംഡ് റെബലിയൻ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിനെ വേറൊരു ടേം എന്താണ്? ഇന്റേണൽ എമർജൻസി, അല്ലെ? നാഷണൽ ലെവലിലുള്ള ഒരു അകത്തുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ എമർജൻസി പ്രൊവിഷൻ അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ആരാണ്? ബൈ പ്രസിഡന്റ്, അല്ലെ? ശരി, ഇനി ഈ ഒരു സമയത്ത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ക്യാബിനറ്റ് ടു ഫീൽ ദാറ്റ് there is a need to declare emergency. It cannot be declared by the prime minister. It cannot be declared solely on the prime minister's advice, അല്ലെ? പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിൽ മാത്രമല്ല നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിൽ പ്രസിഡന്റ് ആണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ അവിടെ എന്താണ്? അപ്രൂവൽ ഒക്കെ വേണം, അല്ലെ? ആരുടെയൊക്കെ അപ്രൂവലാ വേണ്ടത്? നാഷണൽ എമർജൻസി മസ്റ്റ് ബി പെർമിറ്റഡ് ബൈ ബോത്ത് ഹൗസ്, അല്ലെ? നമ്മുടെ ഒരു ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ഹൗസ്, ലോക്സഭയും രാജ്യസഭയും 2 പേരുടെ അപ്രൂവലിലാണ് നമ്മുടെ ഈ എമർജൻസി ഡിക്ലറേഷൻ നടക്കുന്നത്. ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ വിത്തിൻ എ ടൈം പീരീഡ് ഓഫ് മന്ത്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേ ഇറ്റ് ഈസ് റേസ്ഡ്, അല്ലെ? ഇനി എന്തെങ്കിലും ഈ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ലോക്സഭ ഡിസോൾവ് ചെയ്തിരിക്കുന്നവല്ല ആ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ സ്റ്റേ ഫോർ എ മന്ത്സ് ടൈം കൺസിഡറിംഗ് ദാറ്റ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ രാജ്യസഭ. രാജ്യസഭ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മന്തിലേക്ക് നമുക്കത് ഓക്കെ, ലോക്സഭ അപ്രൂവൽ ഇല്ലെങ്കിലും നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഓക്കെ, emergency should be passed by a majority of the member of the house or by 2/3 of the majority of either house present at the time of voting. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? എന്തൊക്കെ വേണം? എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് വേണം, അല്ലെ? അല്ലെങ്കിൽ 2/3 വേണം. ആ സമയത്ത്, ആ വോട്ടിങ്ങിന്റെ സമയത്ത് അപ്രൂവ് ചെയ്യണമെങ്കിൽ
ആരൊക്കെ പ്രസന്റ് ആയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു 2/3 വോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് എമർജൻസിയുടെ ഫസ്റ്റ് ടൈപ്പ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എമർജൻസി എന്താന്ന് പറഞ്ഞു. എമർജൻസി പ്രൊവിഷൻ മെയിൻലി ഇന്റഗ്രിറ്റി, സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ, അല്ലെ? ആ 4 പില്ലേഴ്സ് എന്ന് പറയുന്നു, അല്ലെ? അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് എമർജൻസി പ്രൊവിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ളത് ഏതൊക്കെയാ ടൈപ്സിൽ? ഫസ്റ്റ് നാഷണൽ എമർജൻസി നമ്മൾ പറഞ്ഞത്. അപ്പം നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വൺ എന്തായിരുന്നുള്ളത്? നാഷണൽ എമർജൻസി 352 ആർട്ടിക്കിളിലാണ് നമുക്ക് പറയുന്നത്. അതുപോലെ എക്സ്റ്റേണൽ എമർജൻസി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ബേസിസ് ഓഫ് വാറിലാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ ആംഡ് റിബലിയൻ അല്ലെങ്കിൽ ഇന്റേണൽ എമർജൻസി എന്ന് പറയാൻ പറ്റും. പിന്നെ അത് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാ? പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിൽ അപ്രൂവൽ ആരൊക്കെ കൊടുക്കണം? ലോക്സഭ, രാജ്യസഭ. ഇനി ലോക്സഭ ഡിസോൾവ് ചെയ്തിരിക്കുന്ന കേസ് ആണെങ്കിൽ എന്താ? രാജ്യസഭയുടെ പെർമിഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ 1 month, അല്ലെ? അപ്പൊ അതിൻ്റെ അകത്ത് മെജോറിറ്റി മെമ്പേഴ്സ് പാസ് ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ? 2/3 ഓഫ് ദ മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് എയ്തർ ഓഫ് ദ ഹൗസ്. ആ വോട്ടിംഗ് ടൈമിൽ എത്ര പേരുണ്ടോ അതിന്റെ 2/3 വേണം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നാഷണൽ എമർജൻസി റിവോക്കേറ്റ് ചെയ്യാൻ, അല്ലെ? മാറ്റാൻ വേണ്ടി, ആ എമർജൻസി ക്രിയേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Though the emergency imposition needs the approval of the house, revocation of the same doesn't need any permission. തിരിച്ചങ്ങനെ ആക്കാൻ പെർമിഷൻ ഒന്നും വേണ്ട. പ്രസിഡന്റ് തന്നെ ഓക്കെ ആവുന്നുള്ള സമയത്ത്, ആ വാർ അവസാനിച്ചു, ഇല്ല യുദ്ധം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് പ്രസിഡന്റിന് തന്നെ ആ എമർജൻസി ഡിക്ലെയർ ചെയ്തത് തിരിച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ആർട്ടിക്കിൾ 359 രണ്ടാമത്തെ, ഫസ്റ്റ് വൺ എമർജൻസി നമ്മൾ പറഞ്ഞ നാഷണൽ എമർജൻസി, അല്ലെ? രണ്ടാമത്തെ എമർജൻസിനെ പറയുന്നത് പേരാണ് പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയും. പ്രസിഡന്റ്സ് റൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന് വേറൊരു പേര് പറയാൻ പറ്റും, സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് പറയും. സ്റ്റേറ്റിന്റെ രീതിയിൽ, അല്ലെ? മൊത്തത്തിൽ നാഷണൽ വൈഡ് അല്ലാതെ ചില സ്റ്റേറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അവിടെ നമ്മൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറഞ്ഞാൽ. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഇറ്റ് ലൈസ് ഇൻ ദ ഡ്യൂട്ടി ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, അല്ലെ? സെൻട്രൽ ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും സ്മൂത്ത്ലി റൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ആരുടെ റിപ്പോർട്ട് അനുസരിച്ചാ? ഗവർണർ. ഒരു സ്റ്റേറ്റിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാന്ന് പറയാൻ പറ്റും? ഗവർണർ ആന്ന് പറയാൻ പറ്റും, അല്ലെ? ഗവർണറിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പ്രസിഡന്റ് അവിടെ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? അവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് ആക്ഷൻ ചെയ്യുന്നത്. അപ്പം പ്രസിഡന്റ്സ് റൂളിന്റെ എഫക്ട് എന്തൊക്കെയാണ്? വെൻ ദ പ്രസിഡന്റ് റൂൾ കം ഇൻ ടു പ്ലേ, ദ പ്രസിഡന്റ് become the center of authority and takes over the power of state government. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് പവർ ആരേറ്റെടുക്കും? സെൻട്രൽ ഗവൺമെന്റ്, അല്ലെ? This president, here he also mentioned that state legislature's power will be exercised by the parliament. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ പവർ ആര് എക്സിക്യൂട്ട് ചെയ്യും? പാർലമെന്റ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ക്യാൻ ഓൾസോ സസ്പെൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇഫ് ഹി ഡീംസ് ഇറ്റ് നെസസറി. എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ മാറ്റാനുള്ള പവറും ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഇതാണ് സെക്കൻഡ് എമർജൻസി, പ്രസിഡന്റ്സ് റൂൾ, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ നമ്മുടെ ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഫിനാൻഷ്യൽ എമർജൻസി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് നാഷണൽ വൈഡ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇഫ് ദ പ്രസിഡന്റ് ഫീൽസ് ദാറ്റ് financial stability of the country as per of it is threatened, he can declare financial emergency. പക്ഷെ അങ്ങനെ ഫിനാൻഷ്യൽ എമർജൻസി അങ്ങനെ ഡിക്ലെയർ ചെയ്യത്തില്ല. അറ്റ് ദ ലീസ്റ്റ് കേസ് നമുക്ക് ചെയ്തില്ല. വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് വല്ലതും ഉണ്ടായാൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചാൽ അതൊരു എന്താ പറഞ്ഞ നന്നായിട്ട് ആ പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും ഒക്കെ ഭരണം മോശമാണ് എന്നുള്ള രീതിയിലല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ, ഒരു ഫിനാൻഷ്യൽ എമർജൻസി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പൊ അത് കഴിവതും അങ്ങനെ ഒരു എമർജൻസി നമുക്ക് ഡിക്ലെയർ ചെയ്യാറില്ല. ഓക്കെ, ഇനി ഇത് വന്നത് ബിഫോർ ദ 44th amendment, അല്ലെ? ഓൾസോ ദ പ്രസിഡന്റ് couldn't question on his decision regarding financial emergency before 44th amendment. പക്ഷേ 44th amendment വന്നപ്പോൾ, അമെന്റ്മെന്റ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. 44th amendment എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റഡ് ദാറ്റ് ജുഡീഷ്യൽ പവർ ഈസ് ഓവർ ദ പ്രസിഡന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു ജുഡീഷ്യൽ പവറും കൂടെ അവിടെ ഉള്ളതായിട്ടാണ് 44th amendment വഴിയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസി വേണമെങ്കിൽ എന്താ?
ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലോക്സഭ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്സ് ആണ്. ലോക്സഭ ഡിസോൾവ് ചെയ്തിട്ടാണെങ്കിൽ 30 ഡേയ്സിലേക്ക് നമുക്ക് വെക്കാം, ആസ് സൂൺ ആസ് ദ ലോക്സഭ ഓൾസോ പെർമിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ എമർജൻസിയുടെ സിറ്റുവേഷൻസ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് നാഷണൽ എമർജൻസിയാണ്. സെക്കൻഡ് വൺ പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി. അപ്പൊ അവിടെ സ്റ്റേറ്റ് എമർജൻസിയിൽ ആരാണ് മെയിൻ ആയിട്ട്? ഗവർണറിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ്. മൂന്നാമത്തത് ഫിനാൻഷ്യൽ എമർജൻസി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ശരി. പിന്നെ പറയുന്നത് ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഒത്തിരി വലിയ കാര്യങ്ങൾ അതിൻ്റെ അകത്തൊന്നുമില്ല. എന്താ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ സെക്ഷൻ 92 ഓക്കെ, ഇന്ത്യ ഹാസ് ബോറോഡ് ദിസ് പ്രൊവിഷൻ ഫ്രം സെക്ഷൻ 92 ഓഫ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് കടമെടുത്തിരിക്കുന്നതാണിത്. ഓക്കെ, അതെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഫ്ലോ ഓഫ് ഗുഡ്സ് ട്രേഡിംഗ് അല്ലേ? അതെല്ലാം ഒരു പ്രശ്നമില്ലാതെ വിത്തിൻ ദ സ്റ്റേറ്റ്, നമ്മൾ പല പല സ്റ്റേറ്റ് മാത്രമായിട്ടല്ല, വിത്തിൻ ദ സ്റ്റേറ്റും നമുക്ക് അവിടെ ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് കമേഴ്സ് വേണം എന്നുള്ളതിനെയാണ് നമുക്ക് ഫ്രീഡം ഓഫ് ട്രേഡ്, കമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. അത് ഏത് ആർട്ടിക്കിൾ വഴിയാ? ആർട്ടിക്കിൾ 301 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദാറ്റ് ട്രേഡ്, കമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് ഇൻ ദ കൺട്രി ഷുഡ് ബി ഫ്രീ ത്രൂ ഔട്ട് ദ കൺട്രി. ഒരു നേഷൻ കംപ്ലീറ്റ് അങ്ങനെയുള്ള ഗുഡ്സിന്റെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പ്രൈസ് ആയിരിക്കണം. ഓക്കെ, this provision ensures removing the imposition of any restriction which may be put up. It ensures the free flow of goods throughout the country. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ്സിന്റെ ഒരു ഫ്രീ ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ് ഫ്രീഡം ഓഫ് ട്രേഡ്, കമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്. ക്ലിയർ ആയല്ലോ? ഇതൊരു ജസ്റ്റ് പോയിന്റ്, ഇത് ജസ്റ്റ് 2 മാർക്സ് 3 മാർക്സിനൊക്കെ വരുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരെണ്ണമാണ്. ഓക്കെ, എന്താണ് കൺട്രോളർ ഓർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ സീനിയർ സിവിൽ സെർവന്റ് എന്ന് പറയും. ഓക്കെ, ഈ ഓഫീസറാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ എന്താ പറയുക ടാക്സിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണോ, നമ്മൾക്കുള്ള പൈസ എല്ലാം വിനിയോഗിക്കുന്നത് നമുക്ക് വേണ്ടിയാണോ എന്നുള്ള ഒക്കെ തീരുമാനിക്കുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന ആരാണ്? ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148 to 151 ആണ്. ഓക്കെ, ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് ദ ഹെഡ് ഓഫ് ദ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമുക്കൊരു ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ ഹെഡ് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. പ്രൈമറി റോൾ അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്താണ് എന്ന് പറഞ്ഞാൽ ഈസ് ടു വർക്ക് ആസ് ആൻ ഏജന്റ് ആൻഡ് മാനേജസ് ദ ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സ്പെൻഡിച്ചേഴ്സിനെ എല്ലാം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വർക്ക് ഒരു മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ആളാണ് നമ്മുടെ, അതിന്റെ പ്രൈമറി ഡ്യൂട്ടിയാണ് CAGക്ക്. ഇനി മേജർ പവർ ഓഫ് CAG എന്താണ്? ടു ഡിസ്കവർ ആൻഡ് വാലിഡേറ്റ് ദ ടോട്ടൽ പ്രൊസീഡ്സ് ഓഫ് എനി ടാക്സ്. ടാക്സ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ, നമ്മളെല്ലാവരും ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതിന്റെ കറക്റ്റ് യൂസേജ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതിന്റെ ഓഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG ആണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 149 CAGയുടെ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത്. ഏത് ആർട്ടിക്കിളിലാണ്? 149. എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എലാബറേറ്റ് ചെയ്യുന്നത് അല്ലെ, പോയിന്റ് ബൈ പോയിന്റ്. Must work as an agent and manages the audit of expenditure as a representative of parliament. Keeps a lookout whether the expenses are made in public interest or not. നമുക്ക് വേണ്ടിയാണോ എന്നുള്ളത് തീരുമാനിക്കുക. To manage the public corporation is finite. ഇതുപോലെ നമുക്ക് വേണ്ടിയുള്ള, നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതാണ് ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പിന്നത്തെ ഉള്ള പോയിന്റ് എന്താണ്? ദ CAG എന്താ ചെയ്യുന്നത്? The CAG has to determine whether money is spent is any cause authorized or not. അല്ലെ, നമ്മൾ കുറെ പൈസ ചെലവാക്കുന്നുണ്ട് അല്ലെ, കുറെ ടാക്സ് നമുക്ക് പേ ചെയ്ത് വെക്കുന്നുണ്ട്, നമുക്ക് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. മൊത്തത്തിലുള്ള നാഷണൽ വൈഡിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ചെക്ക് ചെയ്യുന്ന ആരാണ്? തീരുമാനിക്കുന്നതല്ല, ചെക്ക് ചെയ്യുന്ന ആരാണ്? നമ്മുടെ CAG ആണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 149 പവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പവേഴ്സ്? അപ്പൊ നമ്മുടെ CAG മാനേജ് ചെയ്യുന്ന എന്തൊക്കെയാ?
പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പേയ്മെന്റ് അല്ലെ, വിച്ച് ആർ റിലേറ്റഡ് ടു ഡിപ്പോസിറ്റ് ഫണ്ട്സ് എക്സെട്ര. അതുപോലെ എന്താണ്, can also manage the account of any other organization, but it will be only at the request of president or governor. പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഗവർണറിന്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെ അക്കൗണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്താണ്, മേജർ പവർ, അതർ പവർ ഇസ് ടു ഡിസ്കവർ ആൻഡ് വാലിഡേറ്റ് ദ ടോട്ടൽ പ്രൊസീഡ്സ് ഓഫ് എനി ടാക്സ്. ടാക്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്, CAG ഉണ്ട്. പിന്നെ 3 തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനെ പറയുന്നത് അപ്രോപ്രിയേഷൻ ഓഡിറ്റ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് 3 പേരായിട്ട് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ആർട്ടിക്കിൾ 148 to 151. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് ഒക്കെ കണ്ടവർക്കാണ് മനസ്സിലാവും, ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്ന പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏറ്റവും തിയറി സബ്ജക്റ്റിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി എഴുതുക എന്നുള്ളതല്ല, പോയിന്റ് ആയിട്ട് എഴുതുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇതിലൊന്നും മിസ്സാക്കരുത്. ആർട്ടിക്കിൾ, ഇവിടുത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 148 to 151 ആണ്. ഓക്കെ, അപ്പം ഇതില് CAG അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ആണ്. അപ്പം പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്ന. CAG ടെന്യൂർ എന്ന് പറഞ്ഞാൽ 6 years or up to 65 years. ഏതാണ് ആദ്യം വരുന്നത് അതനുസരിച്ച്. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ റിമൂവ് ഹിം ഇഫ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ഈസ് പ്രൂവൻ അഗൈൻസ്റ്റ് ഹിം ഇൻ ബോത്ത് ദ ഹൗസ് ഓഫ് പാർലമെന്റ്. 2 ഹൗസിലും അപ്രൂവ് ചെയ്ത് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എന്താ, പ്രസിഡന്റിന് റിമൂവ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 149 എന്താണ് പറയുന്നത്, ഡെഫിനേഷൻ ഓഫ് പവർ ആൻഡ് ഡ്യൂട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, പവർ ആൻഡ് ഡ്യൂട്ടീസ് ആണ് ആർട്ടിക്കിൾ 149 പറയുന്നത്. അതുപോലെ തന്നെ CAG അഡ്വൈസസ് ദ പ്രസിഡന്റ് ടു മെയിൻറ്റെയിൻ ദ അക്കൗണ്ട് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ അല്ലെ, അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പവർ ആർക്കുണ്ട്, CAG ഉണ്ട് അല്ലെ. This audit report of CAG of India which are related to union account should be submitted to President of India. CAG ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്, പ്രസിഡന്റ് ആണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റിമൂവൽ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, എങ്ങനെ റിമൂവ് പറ്റും. 148 പറയുന്നതാണ് റിമൂവൽ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ റിമൂവ് ദ CAG അല്ലെ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് CAG റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തൊക്കെ രീതിയിലാണ്, മിസ്ബിഹേവിയർ, അതുപോലെ തന്നെ നമുക്ക് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്, ഇൻകപ്പാസിറ്റി ഈസ് പ്രൂവൺ അഗൈൻസ്റ്റ് ഹിം ഇൻ ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കുക. നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എമർജൻസി ആണ്. എമർജൻസിയിൽ ഫസ്റ്റ് 3 types ഓഫ് എമർജൻസി പറഞ്ഞു. നാഷണൽ എമർജൻസി, അതുപോലെ തന്നെ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ്സ് റൂൾ, ഫിനാൻഷ്യൽ എമർജൻസി. പിന്നെ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഫ്രീഡം ഓഫ് ട്രേഡ്, കമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്. മൂന്നാമത്തെ എന്തായിരുന്നു, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CAG. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ആർട്ടിക്കിൾസ് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, റിമൂവൽ ഓഫ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ക്ലിയർ ആയാലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. മനസ്സിലാവാത്തവർ ജസ്റ്റ് ഒന്നുകൂടെ ക്ലാസ് കേൾക്കുക, അപ്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇനി ലാസ്റ്റ് ഒരു സെഷനോടെ നമുക്ക് കൊണ്ടെടുക്കാൻ, അതും കൂടെ ഞാൻ ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.